ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ സൂപ്പർ പോരാട്ടം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യക്ക് തകർപ്പൻ ചെയ്യും. ബാറ്റിങ്ങിൽ കൈവിട്ടെങ്കിലും ബോളിങ്ങിൽ തിരിച്ചു പിടിച്ച ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസ് എടുത്തു ഓൾ ഔട്ട് ആവുകയായിരുന്നു. പാകിസ്ഥാൻ 20 ഓവറിൽ 113 റൺസ് എടുക്കാനേ കഴിഞ്ഞു. മികച്ച രീതിയിൽ തുടങ്ങിയ പാകിസ്ഥാൻ വിജയം ഉറപ്പിച്ച മത്സരമായിരുന്നു ഇത്. അവരുടെ കയ്യിൽ നിന്നും ഇന്ത്യ തട്ടിയെടുക്കുകയായിരുന്നു മത്സരം. 4 ഓവറിൽ 14 റൺസ് വിട്ടുകൊടുത്ത 3 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് കളിയിലെ താരം. പാകിസ്ഥാൻ ബോളിംഗ് നിരയും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ന്യൂയോർക്കിലെ പിച്ച് വീണ്ടും ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പാവുകയാണ്. ഇവിടെ നടന്ന മത്സരങ്ങളെല്ലാം തന്നെ മികച്ച ഒരു ടോട്ടൽ പടുത്തുയർത്താൻ ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും കുറഞ്ഞ സ്കോർ ഡിഫെൻഡ് ചെയ്ത ഇന്ത്യ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ മികവിലാണ് ഈ കളിയിൽ വിജയം കൈവരിച്ചത്. താരം മികച്ച ക്യാപ്റ്റൻസിയാണ് പുറത്തെടുത്തത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മധ്യനിരയിൽ ശിവൻ ദുബെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല. കൂടാതെ സൂര്യകുമാർ യാദവും രവീന്ദ്ര ജഡേജയും എല്ലാം പേപ്പറിൽ മാത്രം ഒതുങ്ങുകയാണ്. സഞ്ജു സാംസനെ അടുത്ത മത്സരത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്. ബാറ്റർ എന്ന നിലയിൽ നോക്കിയാൽ ദുബൈയേക്കാൾ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. ദുബൈ എറിയിക്കാൻ പദ്ധതികളില്ലെങ്കിൽ പ്ലേയിങ്ങിൽ നിന്ന് അംഗത്തെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് മുൻ താരങ്ങളായ സഞ്ജയ് മഞ്ജരേക്കറും ആൻഡി ഫ്ലവറും അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.